പണിഞ്ഞോണിഞ്ഞ മനുഷ്യൻ്റെ നാട്ടു ഒടിഞ്ഞ്. എന്താ അമ്മ? ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയില്ലോ. മനുഷ്യൻ്റെ പണിഞ്ഞോണിഞ്ഞ നടു ഒടിഞ്ഞ്. ഏതായാലും നീ വന്നല്ലേ, സവാള ഒന്ന് അടിഞ്ഞു വെച്ചാൽ ഇതിനകത്തോട്ട് പെട്ടെന്ന് ഇടണ്ടേ. ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അയ്യോ അമ്മേ, അത് പറ്റത്തില്ല, എനിക്ക് അലർജിയാ. എന്ത് സവാളയാ? തള്ളയായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നല്ലോ നിനക്ക് സവാള അലർജി ആയിരുന്നു. ചുമ്മാ എന്തിനടി കള്ളത്തരം കൊണ്ട് നടക്കുന്നേ. എന്നാൽ പിന്നെ ആ തുണി കൊണ്ടേ വിരിച്ചിട്, അത് നിനക്ക് അലർജി ആണോ? അയ്യോ അമ്മേ, എനിക്ക് അതും അലർജിയാ. എനിക്ക് തുണിയെ തൊടാനേ പറ്റത്തില്ല, എനിക്ക് ഭയങ്കര അലർജി. എന്നാൽ പിന്നെ ഈ കറി ഇളക്കിക്കൊണ്ടിരിക്കുക. കറിയല്ല, എന്തൊരു കറി ഇത്. ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ല അത് അത്ര സ്മൂത്തായി കിട്ടത്തില്ല കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യും? സ്പൂൺ അലർജിയാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പാത്രം അലർജിയാന്ന് പറയാമോ? അയ്യോ, അതും പറ്റത്തില്ല. ചെയ്യേണ്ടി വരും. ഓക്കെ അമ്മ. എന്തൊരു കഷ്ടപ്പാടാ ഇത്. അമ്മ ഇതൊക്കെ എങ്ങനെയാ ചെയ്തത്? 2 സ്പൂൺ വെച്ച് ഇളക്കിയപ്പോഴേക്കും നീ മടുത്തു അല്ലേ? അപ്പം എൻ്റെ കഷ്ടപ്പാട് നീ ഒന്ന് ആലോചിച്ച്. സത്യം നീ പറഞ്ഞ. ഞാനിതിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഏതായാലും നീയും ഇത് ചെയ്തൊക്കെ പഠിക്കണം കേട്ടോ. ചുമ്മാ ഈ ആപ്പിളും തിന്നു ഓറഞ്ചും തിന്നു കുഞ്ചി നടക്കാനല്ല നിന്നെ ഞാൻ വളർത്തിയേ കേട്ടോ. അതൊക്കെ എനിക്കറിയാം. ചുമ്മാ ഒരു മടിയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സത്യത്തിൽ. ആ മടിയോട് നീ പോവാൻ പറയണം, എന്നാലേ അത് പോളൂ. വാ എൻ്റെ കൂടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ അത് പോകത്തില്ല. എന്തേലുമൊക്കെ എടുത്ത് ചെയ്യണം, എന്നാലേ ആ മടി പോകുള്ളൂ. എല്ലാം ഇങ്ങനെ ഇരിക്കും. കെട്ടിച്ചൂടണ്ട കൊച്ചാ. നമ്മുടെ ഒരു കാര്യം. പെണ്ണെ ഉള്ളാതെ എനിക്ക് ശരീരമെല്ലാം വേദനയാ. അടിച്ചെന്നെ തളർത്താതെ ഇരുന്നാൽ മതി. അമ്മ ഞാൻ പോവാണ്, എൻ്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. ശരി, ഇങ്ങ് വന്നേക്കണേ തിരിച്ച്. പരമ കള്ളിയാ, അവൾക്ക് മാത്രമേ ഫോണിൻ്റെ റിംഗ് ടോൺ കേൾക്കാവുള്ളൂ. പാവം, കള്ളത്തരം പോലും പറയാനറിയത്തില്ല.